വീട് പണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് വീടിൻ്റെ റൂഫ് കോൺക്രീറ്റിംഗ്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതുമായുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആൽവിൻ മാത്യു, ട്വിൻസ്പേസ് ഡിസൈൻ സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിൻ്റെ തട്ടുവാർക്ക ആ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അതിനു മുൻപും കോൺക്രീറ്റ് നടക്കുമ്പോഴും കോൺക്രീറ്റിന് ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റൂഫ് വാർക്കയ്ക്ക് മുൻപായിട്ട്, അതായത് കോൺക്രീറ്റിങ്ങിന് മുൻപേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറേയുണ്ട്. അതിൽ പ്രധാനമായും വരുന്നതാണ് അതായത് മെറ്റീരിയലുകൾ അവൈലബിൾ ആണോ, കോൺക്രീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ്, വെള്ളം, പോർട്ടബിൾ ആയിട്ടുള്ള വെള്ളം എന്നിവയൊക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ ഫോം വർക്കുകൾ, അതായത് നമ്മൾ ഷട്ടറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫോം വർക്ക്, ജാക്കി, സ്പാൻ എന്നിവയെല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മൂന്നാമതായി വരുന്നത് സ്ട്രക്ചറൽ ഡിസൈൻ അനുസരിച്ച് നമ്മുടെ റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനകത്ത് കറക്റ്റായിട്ടുള്ള സ്പേസിങ്ങും അതുപോലെ തന്നെ കമ്പികളെല്ലാം പ്രോപ്പറായിട്ട് കെട്ടുകമ്പി വെച്ച് തന്നെ ടൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്പേസിങ്, അതായത് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ബീമുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് 30 mm സ്ലാബിൻ്റെ കവറിങ് വരേണ്ടത് 20 mm ആണ്. അപ്പം മിനിമം ഈ കവറിങ് ഉണ്ടെങ്കിലേ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിന് ഫ്യൂച്ചറിൽ തുരുമ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. നാലാമതായി വരുന്നത്, നമ്മൾ സ്ലാബിൽ ഇട്ടിരിക്കുന്ന ലൈറ്റിൻ്റെയും ഫാനിൻ്റെയൊക്കെ പോയിൻറ്റ് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ ഇട്ടിരിക്കുന്നത്, അത് അതിൻ്റെ ഇലക്ട്രിക്കൽ പൈപ്പുകൾ ഇട്ടേക്കുന്ന ഓവർലാപ്പ് ആയിട്ടുണ്ടോ, അത് ഇല്ലെന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയ്ഡിൻ്റെ ഹുക്ക്, ഫാനിൻ്റെ ഹുക്ക് അതെല്ലാം പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യണം. അഞ്ചാമതായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചൂട് കൂടുതലോ മഴക്കാലമോ വല്ലതും ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കവർ ചെയ്യാൻ വേണ്ടിയുള്ള പടുതയും കാര്യങ്ങളും എല്ലാം നമ്മൾ കോൺക്രീറ്റിന് മുന്നേ തന്നെ നമ്മൾ സൈറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും, അതായത് ഇപ്പം മിക്സർ മെഷീനാണെങ്കിൽ മിക്സർ മെഷീന്, വൈബ്രേറ്റർ, അതുപോലെ തന്നെ ലെവൽ ചെയ്യാനുള്ള ബാക്കി ടൂൾസ് എന്നിവയൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണെന്നും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ദിവസം കോൺക്രീറ്റിന് മുന്നേ നമ്മൾ തട്ടയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ തട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഷീറ്റിങ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഷീറ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ ഇട്ടിരിക്കുന്നത്, വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണോ ഇട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തട്ടയിൽ ലൂസ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളതോ, ഇപ്പോൾ ആണിയുടെ പീസ്, ചെറിയ കെട്ടുകമ്പിയുടെ പീസ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഇതിൻ്റെ എല്ലാം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ 10 mm ബാറും 8 mm ബാറും വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പേസിങ്, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് സ്പേസിങ് 15 cm ആണ് ചെയ്തിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം എല്ലായിടത്തും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം കവറിങ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ലാബിൻ്റെ എല്ലാ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കവറിങ്, അതായത് സ്പേസിങ്, കവർ ബ്ലോക്ക് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാം കറക്റ്റാണോ, എല്ലായിടത്തും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കവറിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ ക്രാങ്ക് ചെയ്തിരിക്കുന്നത്, അതിനകത്തെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇപ്പം നമ്മളൊരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിനകത്ത് മെയിൻ ബാർ ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും വരുന്ന ബാറുകൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഒരു റൂമിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും ആണെങ്കിൽ ഈ 3 മീറ്റർ വീതി വരുന്നിടത്ത് വേണം നമ്മൾ മെയിൻ ബാർ ആയിട്ടുള്ളത് ഇടേണ്ടത്. അപ്പോൾ മെയിൻ ബാർ വേണം ഏറ്റവും ബോട്ടത്തിൽ പോകാൻ. അതിനുശേഷമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ, അതായത് ഈ 4 മീറ്റർ നീളം വരുന്നിടത്ത് നമ്മൾ ഇടുന്ന കമ്പിയാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മെയിൻ ബാറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിട്ടാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്രാങ്കിങ്, അതുപോലെ തന്നെ എക്സ്ട്രാ ബാർ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കൻ സ്ലാബ്. അതായത് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് സ്ലാബ് ചെയ്യുമ്പം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക്, അതായത് റൂഫിൽ നിന്ന് ഒരു 30 cm നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വേണം സ്ലാബ് ചെയ്യാൻ, ഈ ബാത്റൂമൊക്കെ വരുന്ന പൊസിഷനിൽ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ സങ്കൻ സ്ലാബ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടാം നിലയിൽ വരുമ്പോൾ, അതായത് രണ്ടാം നിലയിലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരും. അതുപോലെ തന്നെ സങ്കൻ സ്ലാബ് ചെയ്യുമ്പം അതിനകത്ത് പൈപ്പ്, അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂം വരുന്നതിൻ്റെ പൈപ്പ് വിടാനുള്ള പ്രൊവിഷൻ നമ്മൾ കോൺക്രീറ്റിന് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചെയ്തു പോകണം.
ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ വാഴപ്പിണ്ടി വെക്കുക, അല്ലെങ്കിൽ ഇപ്പം ചുടുകട്ടയുടെ പീസ് വെക്കുക, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് കഴിഞ്ഞ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കോൺക്രീറ്റിനെ പൊട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളൊരു കാസ്റ്റിംഗ് കഴിഞ്ഞ ഒരു കോൺക്രീറ്റ്, അതായത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത ഒരു കോൺക്രീറ്റിനെ പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്രാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബീമിൻ്റെ പൊസിഷനുകളെല്ലാം. അതായത് ഇപ്പം നമ്മൾ ഒരു റൂഫ് സ്ലാബിൽ വരുമ്പം പല ടൈപ്പ് ബീമുകൾ വരാം. ഉദാഹരണത്തിന് ഡ്രോപ്പ് ബീം, നോർമലായിട്ട് വരുന്ന ഡ്രോപ്പ് ബീം, പിന്നെ കൺസീൽഡ് ബീം, ഇൻവേർട്ടഡ് ബീം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഡ്രോപ്പ് ബീം നോർമൽ വരുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഈ കൺസീൽഡ് ബീമിൻ്റെ പൊസിഷനിങ്ങും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ബീമിൻ്റെ പൊസിഷനും കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ഇവിടെ വരുന്ന ഒരു ഇൻവേർട്ടഡ് ബീമാണിത്. അപ്പം ഇതിനകത്ത് ഈ ഇൻവേർട്ടഡ് ബീമിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭിത്തിയുടെ 8-ൽ നിന്ന് 180 സെൻറ്റിമീറ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ടാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ലെങ്ത് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻവേർട്ടഡ് ബീം കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ താഴെ, അതായത് ഇതിൻ്റെ നേരെ താഴെയായിട്ട് വരുന്ന ഒരു ബെഡ്റൂമിൻ്റെ സെൻട്രൽ പോർഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡ്രോപ്പ് ബീം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഇൻവേർട്ടഡ് ബീം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് ബീം, അതായത് നോർമൽ ഒരു ഡ്രോപ്പ് ബീം ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ഓപ്പൺ സ്പേസും മേളിൽ ഇവിടെ ഈ പൊസിഷനിൽ തന്നെ നമുക്കൊരു ഭിത്തിയും വരുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഡ്രോപ്പ് ബീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് ബീമിൻ്റെ പൊസിഷന്, അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാൾ വരുന്നതിൻ്റെ കറക്റ്റ് ആണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ട്, ഇപ്പോൾ താഴത്തെ ഭിത്തിയുടെ മേളിലായിട്ട് നമ്മൾ ഡ്രോപ്പ് ബീം ചെയ്തിരിക്കുന്നതിൻ്റെ സപ്പോർട്ട് കറക്റ്റായിട്ടാണോ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആങ്കറേജ് ലെന്ത്, അതായത് നമ്മൾ സപ്പോർട്ടിൽ നിന്ന് എത്ര സെൻറ്റിമീറ്ററും കൂടെ നമ്മൾ ഈ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ലെങ്ത് കൂട്ടിയിടണമെന്നുള്ളത് തന്നെയാണ് ആങ്കറേജ് ലെന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആങ്കറേജ് ലെന്തും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണോ, അതിൻ്റെ ഒടിക്കേണ്ടത് കാര്യങ്ങളല്ല. അതായത് നമ്മൾ സപ്പോർട്ട് വരുന്ന പോർഷനിൽ നമ്മൾ ഈ ആങ്കറേജ് ലെന്ത് നമ്മൾ ഒടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒടിച്ചേക്കുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബീമിനകത്ത് പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ സ്റ്റിറപ്സ്, അതായത് നമ്മൾ റിങ് കെട്ടുക എന്ന് പറയും. ആ സ്റ്റിറപ്സിൻ്റെ സ്പേസിങ് കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണോ ചെയ്തിരിക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ മൂന്നാമതായി വരുന്ന ഒരു ബീമാണ് കൺസീൽഡ് ബീം. ഇവിടെ ഇപ്പം നമ്മളൊരു 2 കൺസീൽഡ് ബീം ചെയ്തിട്ടുണ്ട്. കൺസീൽഡ് ബീം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബ് തിക്നെസ്, അതായത് ഇപ്പം ഇവിടെ നമ്മുടെ സ്ലാബ് തിക്നെസ് 12 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ആ 12 സെൻറ്റിമീറ്റർ കൺസീൽഡ് ബീം എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് നമ്മൾ കോൺക്രീറ്റ് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാമതായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മിക്സ്, അതായത് നമ്മൾ ഇപ്പോൾ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മളെപ്പോഴും സ്ലാബ് കോൺക്രീറ്റിനൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ M20 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1:1.5:3 എന്നുള്ള റേഷ്യോ. അതിനിപ്പോൾ മെഷീൻ മിക്സിംഗ് ആണെങ്കിൽ ആ മെഷീൻ മിക്സിങ്ങിനകത്ത് നമ്മളിടുന്ന കൊട്ടക്കണക്ക് അത് നമ്മൾ ഈ പറയുന്ന ഗ്രേഡിലേക്ക് കറക്റ്റ് എത്തുന്ന രീതിയിലാണോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഓരോ കൊട്ടയുടെ അളവ് ഓരോന്നായിരിക്കും. ചിലപ്പം 1.25 ക്യൂബിക്കടി കാണും, ചിലപ്പോൾ 1 ക്യൂബിക്കടി ആയിരിക്കും. അപ്പോൾ ഈ കൊട്ടയുടെ അളവ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഗ്രേഡിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി. അതുപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി. അതായത് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ, എംസാൻഡിൻ്റെ, സിമെൻറ്റിൻ്റെ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ ആണെങ്കിൽ pH വാല്യൂ, അതായത് നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം തന്നെ ആയിരിക്കണം നമ്മളെപ്പോഴും കോൺക്രീറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റെഡിമിക്സ് കോൺക്രീറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ റെഡിമിക്സിനകത്ത് നമ്മൾ റീറ്റാഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു 10 കിലോമീറ്റർ അപ്പുറം അല്ലെ 50 കിലോമീറ്റർ അപ്പുറം എന്നാണ് റെഡിമിക്സ് വരുന്നതെങ്കിൽ നമ്മൾ റീറ്റാഡേഴ്സ് ചെയ്യും. അതായത് കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടി നമ്മൾ റീറ്റാഡേഴ്സ് ചെയ്യും. അപ്പം അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് വരുന്ന കോൺക്രീറ്റ് RMC കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിലാണോ ഈ നമ്മൾ റീറ്റാഡേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ടൈം പീരീഡിലാണോ നമ്മൾ കോൺക്രീറ്റ് വരുന്നത് എന്നിവയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ തട്ട് നനയ്ക്കുക എന്നുള്ളത്. തട്ട് നനയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടൻറ്റ്, അതായത് വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ തട്ട് വലിച്ചെടുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കോൺക്രീറ്റിനകത്തെ ക്യൂറിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വരുന്നതാണ് കോൺക്രീറ്റിൻ്റെ ഡെലിവറി ടൈം. അതായത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് തട്ടയിലേക്ക് വരുന്ന ടൈം പീരീഡ്. ഇപ്പം നമ്മൾ മിക്സർ മെഷീൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ആ മിക്സർ മെഷീൻ വെച്ച് കോൺക്രീറ്റ് ഇടുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് ഫിനിഷ് ചെയ്യുന്നിടം വരെ, കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യുന്നിടം വരെയുള്ള ടൈം ഗ്യാപ്പ് എപ്പോഴും ഈക്വൽ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ വേണം പോകാൻ എപ്പോഴും.
അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു റൂഫ് സ്ലാബിൻ്റെ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണം എപ്പോഴും റൂഫ് കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഇവിടെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ആ സൈഡിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 20 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കോൺക്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 20 മീറ്ററോളം നമ്മൾ ഈ ബെഞ്ചസ് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെഞ്ചസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ലേബേഴ്സ് കോൺക്രീറ്റ് കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവരുമ്പോഴോ നമ്മൾ ഈ ക്രാങ്ക് ചെയ്തിരിക്കുന്ന കമ്പിയുടെ അതുപോലെ നമ്മൾ കെട്ടുകമ്പി വെച്ച് കെട്ടിയിരിക്കുന്ന പൊസിഷൻ കെട്ടുകമ്പി വെച്ചിരിക്കുന്നത് ലൂസാകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ഇട്ടേക്കുന്നതിൻ്റെ എല്ലാം പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബെഞ്ചസ് ഇട്ടിട്ട് അത് ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ട്രാക്കിൽ കൂടെ തന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇടുമ്പം 5 അടിക്ക് മുകളിലേക്ക് ഒരിക്കലും ആകാൻ പാടില്ല. അതായത് 5 അടിക്ക് മുകളിൽ നിട്ട് കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ, അതായത് നമ്മൾ ഈ മെറ്റൽ കോൺക്രീറ്റിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഴാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സെഗ്രിഗേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പം കോൺക്രീറ്റിൻ്റെ കോമ്പാക്ഷൻ പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് എയർ വോയിഡ്സുകൾ കാണും. അപ്പോൾ ഈ എയർ വോയിഡ്സിനെല്ലാം നമ്മൾ വൈബ്രേറ്റർ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് കോമ്പാക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ എഡ്ജസ് ഒക്കെ വരുന്നിടത്ത്, അതുപോലെ റെയിൻഫോഴ്സ്മെൻറ്റ് കൂടുതലുള്ള പോർഷനിൽ ഒക്കെ നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് കോമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്തതായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ അന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പം കോൺക്രീറ്റ് ക്യൂബ് ടെസ്റ്റ്, സ്ലം ടെസ്റ്റ് എന്നിവയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്ലം ടെസ്റ്റൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്തെ വാട്ടർ കണ്ടൻറ്റ് പ്രോപ്പറാണോ, വർക്കബിലിറ്റി പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ലം ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ കോൺക്രീറ്റിൻ്റെ ക്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് പ്രോപ്പറായിട്ടാണോ അറ്റൈൻ ചെയ്യുന്നത്, നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ. ഇപ്പം നമ്മൾ ഡീഷട്ടർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ക്യൂബ് ടെസ്റ്റ്, അതായത് 7 ഡേയ്സിൻ്റെ 14 ഡേയ്സിൻ്റെ ഒക്കെ ക്യൂബ് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ സ്ട്രെങ്ത് കോൺക്രീറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഡീഷട്ടറൊക്കെ ചെയ്യാൻ. കോൺക്രീറ്റിൻ്റെ കോമ്പാക്ഷൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ് കോൺക്രീറ്റിൻ്റെ തിക്നെസ്. അതായത് സ്ലാബിൻ്റെ ഒക്കെ തിക്നെസ് ഇപ്പോൾ 12 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 4 കട്ട വെക്കുക എന്ന് പറയും. അതായത് കോൺക്രീറ്റിൻ്റെ തിക്നെസ്സിന് വേണ്ടി നമ്മൾ ആ 12 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ ഹൈറ്റിനുള്ള കട്ട കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളത് ലെവൽ ചെയ്യാൻ നേരത്തെ ആ ഒരു കട്ടയുടെ ലെവലിന് ചെയ്തിട്ട് ആ കട്ട എടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ കോൺക്രീറ്റിൻ്റെ കറക്റ്റ് തിക്നെസ്, അതായത് കോൺക്രീറ്റിൻ്റെ കറക്റ്റ് തിക്നെസ് നമ്മൾ ചെക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോൺക്രീറ്റിങ് നടക്കുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റ് നടക്കുന്ന ദിവസം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റിന് കുറച്ച് ഡിഫക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതായത് ഹണികോംബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് വൈബ്രേഷൻ നടന്നില്ലെങ്കിൽ ഇടയ്ക്ക് കൂടുതൽ എയർ ഗ്യാപ്പുകൾ, എയർ വോയിഡ്സുകൾ നിൽക്കുന്നതിനാണ് ഹണികോംബ് എന്ന് പറയുന്നത്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് വൈബ്രേഷൻ ചെയ്യുക. പിന്നെ ബ്ലീഡിംഗ് എന്ന് പറയാം, അതായത് ബ്ലീഡിങ് സെഗ്രിഗേഷനൊക്കെ. കോൺക്രീറ്റിലുണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവറായിട്ടുള്ള കോമ്പാക്ഷൻ കാരണം, അതായത് വെള്ളം ടോപ്പിൽ, അതായത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം മേളിൽ ഓവറായിട്ട് കെട്ടി നിൽക്കുക എന്ന് പറയും. അതിനാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറായിട്ട് കോമ്പാക്റ്റ് ചെയ്യാതെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വരുന്ന ഒന്നാണ് ഷ്രിങ്കേജ് ക്രാക്കുകൾ. ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയുക, അതുപോലെ തന്നെ ഓവറായിട്ട് ടെമ്പറേച്ചർ, ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി നമുക്ക് കോൺക്രീറ്റിങ് കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞുള്ള സമയം, ഇപ്പോൾ രാവിലെ കോൺക്രീറ്റ് ചെയ്യുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ, അതായത് കോൺക്രീറ്റ് സർഫസ് ഡ്രൈ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻ കേസ് അത് ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടുള്ള രീതിയിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതിനും ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ജസ്റ്റ് ഒരു നനവ്, അതായത് ഓവറായിട്ട് നനച്ച് കഴിഞ്ഞാലും അത്, അതായത് സെറ്റാകാത്ത കോൺക്രീറ്റിൻ്റെ മുകളിൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഈ ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ഡിഫക്ട്സ് ആയി വരുന്ന ഒന്നാണ് പ്രോപ്പറായിട്ടുള്ള ലെവലിംഗ് അല്ലാത്തത്. അതായത് നമ്മൾ ലെവലിംഗ്, ഇപ്പം 4 വെച്ച് ലെവൽ ചെയ്യാമെന്ന് പറഞ്ഞു, അപ്പോൾ ആ ലെവലിംഗ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലെവൽ ചെയ്യുകയും, അതുപോലെ തന്നെ ഏറ്റവും റൂഫ് ടോപ്പ് വരുന്നിടത്ത് നമ്മൾ സ്ലോപ്പ് ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ള രീതിയിൽ ചെയ്യുക. അതായത് വെള്ളം ഒഴുകാൻ വേണ്ടി ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർഷനിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ലോപ്പുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ കോൺക്രീറ്റ് ലെവൽ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായി വരുന്നതാണ് കോൺക്രീറ്റിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ പ്രധാനമായും വരുന്നതാണ് കോൺക്രീറ്റിൻ്റെ ക്യൂറിങ്.
ഇപ്പം നമ്മളിപ്പം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞ കോൺക്രീറ്റ് പിറ്റേ ദിവസം തന്നെ നമ്മൾ ക്യൂറിങ്ങിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബണ്ടിങ്ങും അതുപോലെ തന്നെ സ്ലോപ്പ് ഷെയ്ഡൊക്കെ വരുന്ന പോർഷനിലൊക്കെ നമ്മൾ ചണച്ചാക്ക് വിരിച്ച് അത് പ്രോപ്പറായിട്ട് നനയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നനയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബണ്ടിങ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു 1.5 ദിവസം തന്നെ നമ്മൾ ബണ്ടിങ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയും ഈക്വൽ ലെവലിൽ തന്നെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ സ്ലോപ്പ് ഷെയ്ഡിലൊക്കെ നമ്മൾ ചണച്ചാക്ക് ഇടുന്നത് അതെല്ലാ ദിവസവും നനയ്ക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂഫ് സ്ലാബിനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 14 ദിവസമെങ്കിലും നമ്മൾ ക്യൂറിംഗ് പീരീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് ശേഷമേ നമ്മൾ ഡീഷട്ടർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ വാർക്കയ്ക്ക് മുൻപും വാർക്ക നടക്കുന്ന സമയത്തും വാർക്കയ്ക്ക് ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ടിപ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്